എക്സ്പ്രഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പ്രഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്കൊക്കെ ഓരോ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ അല്ലേ? അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സ്പീച്ചിലൂടെ ആവാം, ഒരു നെറേറ്റീവ്സിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാവാം. അങ്ങനെയുള്ളതാണ് എക്സ്പ്രഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസുകൾ, നമ്മുടെ ഡ്രീംസുകൾ, നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ചലഞ്ചസുകളായിക്കോട്ടെ, ഈ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സ്പീച്ചിലൂടെയോ നെറേറ്റീവ്സിലൂടെയോ ഒരു പോയട്രിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കത് ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സ് അവരുണ്ടാക്കും, ഒരു ഇമോഷൻ അല്ലേ? ഇപ്പോൾ ഒരാളുടെ സ്റ്റോറി പറയുമ്പോൾ നമുക്കതൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ അവരുടെ ഹോം ലാൻഡ് ലീവ് ചെയ്തിട്ട് മറ്റൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ? അതായത് അവർക്ക് പുതിയ കൾച്ചറായിരിക്കും, അവർ ഓൾറെഡി ഉണ്ടായിരുന്ന കൾച്ചറൊക്കെ ലീവ് ചെയ്യണം, അവരുടെ എല്ലാ ഓർമ്മകളും മെമ്മറീസും, പിന്നെ അവർ പുതിയൊരു കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആവും. ഇപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ടാൻലിയുടെയും അതുപോലെ തന്നെ അമീഷ് ത്രിപാഠീസിൻ്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരനുഭവിച്ച ഫിയർ, അവരനുഭവിച്ച ലോൺലിനെസ്, ഹോപ്പ്, ഡിറ്റർമിനേഷൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത്, മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ എക്സ്പീരിയൻസ് ക്യാൻ റിവീൽ യൂണിവേഴ്സൽ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഐഡിയാസ് എന്നാണ്. ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ യൂണിവേഴ്സലായിട്ടുള്ള ഹ്യൂമൻസിൻ്റെ ഇമോഷൻസിനെയും ഐഡിയാസിനെയും ഒക്കെ നമുക്ക് റിവീൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാലിയാണ് പറയുന്നത്. മൈ ഇമിഗ്രേഷൻ സ്റ്റോറിയിൽ അവർ അവരുടെ ഹോം ലാൻഡ് ലീവ് ചെയ്യുമ്പോൾ, വിയറ്റ്നാം ആയിരുന്നു അവരുടെ ഹോം ലാൻഡ്, അതിൽ നിന്നും ചൈൽഡായിരുന്നപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു കൺട്രിയിലോട്ട്. അപ്പോൾ ഉണ്ടായിട്ടുള്ള അവളുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷണൽ ആൻഡ് അവൾക്കുണ്ടായ ഡിഫിക്കൽട്ടീസുകളൊക്കെയാണ് അവൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അമീഷ് ത്രിപാഠീസിൻ്റെ റെസിപ്പീസ് ഫോർ ലൈഫ് എന്നുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതിൽ അവരുടെ അമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അമ്മയുടെ കുക്കിങ്, അവന് പഠിപ്പിച്ച ലെസൺസുകൾ, അതുപോലെ തന്നെ ആ ഒരു ഓർമ്മകൾ. ഫുഡ് ഈസ് നോട്ട് പ്രസൻറ്റഡ് സിംപ്ലി ആ സംതിങ് വി ഈറ്റ്. നമുക്കറിയാം, നമ്മൾ വേറൊരു കൺട്രിയിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് പെട്ടെന്ന് അമ്മയുടെ ഫുഡ് മിസ്സാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് ഒരു റിമെമ്പറിങ് ഫാമിലിയാണ്. അത് നമുക്കൊരുപാട് വാല്യൂ, ലവ്, ഡിസിപ്ലിന്, നമുക്കൊരുപാട് ലൈഫ് എക്സ്പീരിയൻസുകൾ അതിൽ നിന്ന് തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് റെസിപ്പീസ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ബില്ലി കോളിൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന് പറയുന്നത്. ഇവിടെ ഇതുവരെ നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ്, പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ റീഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മൾ പോയട്രിയെ ഒക്കെ നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ പോയട്രിയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടും ഓപ്പൺ മൈൻഡോട് കൂടിയിട്ടും നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കണം എന്നാണ്. അതായത് നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചില്ല. അതായത് നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും, ഇത് അതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഓരോ വരികളിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അതിൽ നിന്ന് എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. നമ്മളതിലുള്ള ലാംഗ്വേജിന്, അതിൻ്റെ ഇമാജസ്, ഫീലിങ്സ്, അതിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള മീനിങ്സുകൾ നമ്മൾ കണ്ടെത്തുക. എങ്കിൽ മാത്രമേ ആ ഒരു പോയട്രി ആ ഒരു റീഡേഴ്സിന് പേഴ്സണൽ ആൻഡ് എൻറിച്ചിങ് ജേർണി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു പോയട്രി നമ്മൾക്ക് കിട്ടിയാൽ അതൊരു ഫിക്സഡ് മീനിങ് ആണ് എന്ന് കരുതി നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് പകരം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മളത് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ്, അതിൻ്റെ റിയൽ മീനിങ്, റിയൽ എക്സ്പീരിയൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കൊളിൻസ് പറയുന്നത് കേട്ടോ.
ഇതിലൊക്കെ നമുക്ക് കാണിച്ചിരുന്നത് എക്സ്പീരിയൻസസുകൾ, അതുപോലെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസുകളൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളെ, അത് ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, അവരെ നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസുകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയട്രി അങ്ങനത്തൊക്കെ, അതും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് നമ്മൾ മൈ ഇമിഗ്രേഷൻ സ്റ്റോറിയാണ് ബൈ ടാൻ ലീയുടെ. അതും ഓരോന്നും നമ്മൾ കുറച്ച് നമ്മുടെ ചാപ്റ്ററിലുള്ളതോ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ.